ചിത്വാൻ നാഷണൽ പാർക്കിലെ എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻ്ററാണിത്. EBC എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചിത്വാൻ നാഷണൽ പാർക്കിൽ അല്ലേ വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻസിന് ഒരു റേറ്റ്, നേപ്പാളീസിന് ഒരു റേറ്റാണ്. അപ്പോൾ ഞാനും ജോസഫ് സാറും എനിക്കിവിടെ ലൈസൻസൊക്കെ ഉള്ളതുകൊണ്ട് നേപ്പാളി പൈസ അവിടെ ചെന്നാൽ എടുക്കുകയുള്ളൂ. ഓക്കെ സാർ, നോ പ്രോബ്ലം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നേപ്പാളി പൈസ 1000 രൂപ കൊടുത്തു വിട്ടുണ്ട്. ഇതാണ് ചിത്വാൻ നാഷണൽ പാർക്ക് എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്റർ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടെ. ചൂടായി അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്റർ കാണാമെന്നാണ്. എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്റർ. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മ്യൂസിയം ഉണ്ട്. ഇതാ എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്ററിൽ ഇത് ആനയുടെ തലയോട്ടിയാണ്. പിന്നെ അവരിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആനയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയൊരു മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട്. ഇത് ചിത്വാനിലെ എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻ്ററിലാണ്. അപ്പോൾ ഈ നാഷണൽ പാർക്കിലൊക്കെ വന്നു കഴിയുമ്പോൾ ഹോട്ടലിലൊക്കെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പാക്കേജ് തരും. എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്റർ. സോ ജോസഫ് സാർ പ്ലീസ്, മേ ബി ദേ ക്യാൻ വാച്ച് ജസ്റ്റ്. അപ്പോൾ എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ചിത്വാനിൽ നമുക്കൊരു പാക്കേജായിട്ട് അവർ തരും. അത് ക്യാനോയിങ്, ജീപ്പ് സഫാരി, എലിഫൻറ്റ് സഫാരി, എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്റർ, പിന്നെ ഇവരുടെ താരു കൾച്ചറൽ ഡാൻസ്, എലിഫൻറ്റ് ഷവറും ഉണ്ട് കേട്ടോ. ചില സമയത്ത് തണുപ്പ് കാലത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മേടിക്കുക. കാരണം ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ റേറ്റ് കുറച്ച് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ കമ്മീഷൻ എടുത്ത പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് എടുത്തോളുക. നേരിട്ട് 4 സ്ഥലത്ത്, ഒരു സ്ഥലത്ത് തന്നെ ഒരു കാര്യം അന്വേഷിക്കരുത്. ഒരു 4-5 സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഏറ്റവും കുറച്ച് എവിടെയാണ് കിട്ടുന്നത് അത് അന്വേഷിക്കുക. ഇനി അങ്ങനെ എന്നെ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്കറിയാവുന്നവരുടെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോവാം. അപ്പോൾ നമ്മളെ വർത്തമാനം പറഞ്ഞ് ഫോറിനേഴ്സും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാട്ടോ സ്റ്റേഷൻ. ഹായ്. വേണ്ട ആന വളർത്തൽ കേന്ദ്രം, ആന പ്രജനന കേന്ദ്രം. അപ്പം നമ്മുടെ ബോബിച്ചേട്ടൻ കരിമ്പൊക്കെ മേടിച്ചിട്ടുണ്ട് ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. 100 രൂപ നേപ്പാളിയായിരുന്നേ. ഇഷ്ടം പോലെ ആനകളുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ എല്ലാം. ഈ ആനനെ ഒരു രാവിലെ കാട്ടിലേക്ക് മേയാൻ വിടുവേ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് വൈകുന്നേരം തീറ്റയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരും. ഇഷ്ടം പോലെ എണ്ണം പ്രസവിച്ച് കിടപ്പുണ്ട്. उन्हें तो एकदम फ्रेंडली छ नि ठीक है छ नि मैले केही गल्ती बोलेको छैन नि युट्युब छ नेपाल मलयालम ट्राभल ब्लॉग मलयालम MALAYALAM
അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ ഈ ബീച്ചിൽ വന്നു കഴിയുമ്പോഴുള്ള കാഴ്ച. ജുമലാവി എയർटेलാണത് അല്ലി ടൂളം തേക്കിയൊക്കെ വെച്ചാൽ കയ്യിൽ ജുമല പനി തേക്കണ മിൽസ ചിലപ്പോൾ ഇരട്ട ആനകളുണ്ടാവേ. ആ ഇരട്ടുണ്ട് ഇതുണ്ടാവും അതെ കുഞ്ഞ് ആന ഉണ്ട്. ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരും. അത് ഇങ്ങനെ കുസൃതി ഒപ്പിച്ചുകൊണ്ട് ഇവിടെ കൊടുത്തായിരിക്കും. പാപ്പന്മാരില്ല, ഇവിടെ നിന്ന് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, എറിഞ്ഞിട്ട് കൊടുത്തതായിരിക്കും. ഇത് ആ കാണുന്നില്ല, എല്ലാം വന്നിട്ടില്ല, എല്ലാം കാട്ടി പോയിക്കാം. ആ അത് നിൽക്കുന്നുണ്ടോ? കാട്ടുപന്നിയല്ലേ അത്? കാട്ടുപന്നീനെ കണ്ടോ അല്ലേ? കാട്ടുപന്നിയല്ലേ അത്? എനിക്കൊന്ന് ഇതിനിട്ട് കൊടുത്താൽ മതി കരിമ്പേ. ഉള്ളി കയറി എടുത്തിട്ടോ, ഉള്ളി കയറിയാ എറിഞ്ഞാൽ കിട്ടുമെന്നുള്ള. അപ്പം നമ്മുടെ ദുബായിൽ നിന്ന് വന്ന ബോബി ചേട്ടൻ ആനയ്ക്ക് തീറ്റ കൊടുക്കുവാണ്. കറക്റ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വലിയ മറ്റേ അതാ ഒയ്യോ പണി വാളി. കിട്ടി ആനയ്ക്ക് തീറ്റ ഇട്ട് കൊടുത്താണ്, കരിമ്പിട്ട് കൊടുത്താണ്. കിട്ടി. ഇച്ചിരിയോടെ വലിച്ചെറിയേ. കിട്ടി. അപ്പം നമ്മുടെ ബോബി ചേട്ടൻ ആനയ്ക്ക് തീറ്റ കൊടുത്താണേ. ഉണ്ടോ കുഞ്ഞാന വരുന്നുണ്ടോ? അതെടുത്തോളൂ. അപ്പുറത്തെ വലിയതിന് ഒരെണ്ണം കൊടുത്തല്ലോ. ഇനി എത്രണ്ണം ഉണ്ട് ബാക്കി? 2 എണ്ണം ഉണ്ടോ? അത് അങ്ങാനയ്ക്ക് കൊടുത്തല്ലോ. ഇത് അതിന് കൊടുക്കാം. സബ്ബേ ആകശേനോല സബ്ബേ ജംഗൽ തിരേശ. അപ്പോൾ നമ്മുടെ ബോബി ചേട്ടൻ ആനയ്ക്ക് തീറ്റ കൊടുക്കുവാണ്. Ajur. Do you have one? Just അതാ നമ്മുടെ കുഞ്ഞാന വന്നേ. അതാ ഹായ് സാർ ഒന്ന് വീഡിയോ എടുത്തേ. അപ്പോൾ നമ്മുടെ ചിത്വാനിലെ എലിഫന്റ് ബ്രീഡിംഗ് സെന്ററിലാണത്. ആനേനെ തൊട്ടടുത്ത് കണ്ടു കേട്ടോ. നമ്മുടെ കൂടെ കാഴ്ചയുണ്ട് കേട്ടോ. ചിത്തോനിൽ വരുമ്പോൾ നമ്മുടെ എലിഫന്റ് ബ്രീഡിംഗ് സെന്റർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടാവും കേട്ടോ. അവൻ നമ്മുടെ കൂടെ പോരുവെന്ന് പറഞ്ഞു. അടുത്തടുത്ത നമ്മുടെ ബോബി ചേട്ടൻ എന്താ, ബോബി ചേട്ടൻ ജോസഫ് ചേട്ടൻ എന്താ, മാതി ചേട്ടൻ തൊട്ടോ, ഞാൻ വീഡിയോ എടുത്തോളാം. ആനേനെ ഇത്ര അടുത്തുണ്ട്, ഒരു 10 കൊല്ലം കഴിഞ്ഞാണ്ടല്ലോ പണി പോകണം. ഉണ്ടോ ആന? എടുത്തോ. അപ്പോൾ അതെ നമ്മുടെ ജോസഫ് സാറും മാത്തിച്ചേട്ടനൊക്കെ ആനക്കുഞ്ഞിൻ്റെ അടുത്താണ്. ഇത് ആനയാട്ടോ, ഇച്ചിരി ലോങ് എടുക്കാം, അപ്പോഴേ വീഡിയോ ഇട്ടോളൂ. കണ്ടോ എലിഫന്റ് ബ്രീഡിംഗ് സെൻറ്ററിൽ വന്നിട്ട് ഒരു കുഞ്ഞാന. It is friendly, na Joseph sir? Friendly, very friendly. Yeah. Okay. Infant only. That is why. He or she is trying to have it. അപ്പോൾ നമ്മുടെ മലയാളിയായ മാത്തിച്ചേട്ടനും ബോബി ചേട്ടനും ആനയ്ക്ക് കരിമ്പ് കൊടുക്കണേ. കുഞ്ഞാന അതാ ശരിക്കും കാണിച്ചത്. ചെറിയ ആന ഇത്ര അടുത്ത് കണ്ടു. നേപ്പാളിൽ വന്നിട്ട് കുഞ്ഞാനെ തൊട്ടില്ലേ? അതെ തിന്നാൻ പറ്റുന്നില്ല കേട്ടോ. അഴിച്ചുവിട്ടേക്കാണെ സമ്മതിക്കില്ല. നമ്മുടെ ബോബി ചേട്ടൻ അതിൻ്റെ കുഞ്ഞാട്ടത്. छोराछोरी यस्तो क्या बिचरा खानु खोजिरहेछ. കേൾസത്യോ ഷുഗർ കേരള. അപ്പോൾ ചിത്വാനിലെ എലിഫന്റ് ബ്രീഡിംഗ് സെൻറ്ററിലാണ് മാത്തിച്ചേട്ടൻ
അവരെ ഫ്രാൻസുകാരാണ്. Maybe you can take to France. You can take to France. Maybe you can take this to France. Small one. Nanda. What about that? There is one small one. I don't know. I think it is sleeping. Sleeping or Yeah. Maybe sleeping. mommy is now. Yeah. Security. Okay, it had. Da. Ayo. അപ്പോൾ ചിത്വ നാഷണൽ പാർക്കിൽ വന്നപ്പോൾ കണ്ടു ചെറിയ ആനക്കുഞ്ഞാണേ. എന്താ കരിമ്പിട്ട് മേടിച്ചെടുത്ത് തിന്നാൻ പറ്റുന്നില്ല. J'étais passé devant, j'avais même pas vu le petit. ഇത് ആനയുടെ പാപ്പാമാർ താമസിക്കുന്ന കെട്ടോ. യാ മെഹൗട്ട് എന്നല്ലേ പറയുന്നേ. അതെ, ഒരു മണിക്കൂറിടം കഴിഞ്ഞിട്ട് വരണം. അയ്യോ, ആന ദേഷ്യപ്പെട്ടോ? ആ ശരിയാ, അതിൻ്റെ കുഞ്ഞാണത്. ആ ശരിയാ, ധ്യാൻ നിൽക്കുന്ന ചെറിയ ആന. ആനയ്ക്ക് പെട്ടെന്ന് കലി വന്നു. അതായിരിക്കും കിടന്ന് അലറിയത്. ഇത് എല്ലാ ആനയും കാട്ടിക്കയറ്റി വിട്ടേക്കുവാണേ. ചില സമയത്ത് വരുമ്പോണ്ടല്ലോ ഇരട്ട ഉണ്ടാവും. എന്തിയാ കാട്ടുപന്നികൾ എന്തിയാ? കാട്ടുപന്നിയാണോ മാനാണോ? കാട്ടുപന്നി കേട്ടോ, പന്നികളാ. അപ്പോൾ നേപ്പാളിൽ വരുന്നവർ ശ്രദ്ധിക്കുക. ചിത്വാലിൽ വന്നു കഴിഞ്ഞൊരു EBC ഉണ്ട്. കാഠ്മണ്ഡു അല്ലെങ്കിൽ നേപ്പാളിൽ മൊത്തത്തിലൊരു EBC ഉണ്ട്. ഒന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പും ഒന്ന് എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്ററും കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് EBC എന്ന എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻറ്ററിലാണ്. മാൻ നിൽക്കുന്നുണ്ടോ? മാനാണ്, പന്നിയല്ല കേട്ടോ. ഏത് കണ്ടോ എത്ര എണ്ണല്ലേ? കാണാം, സൂം ചെയ്താൽ കാണാം. അതെ, പുള്ളിമാനല്ലേ? മൊത്തം പുള്ളിമാനാട്ടോ നിൽക്കണേ. എത്ര എണ്ണല്ലേ? അത് നമ്മളാ വൈകുന്നേരം അവിടെ തിരുത്തു പോയാലും കാണാം. ഇതിലെല്ലാം ആന ഉണ്ടാവേ, പക്ഷെ എല്ലാം ഇപ്പോൾ കാട്ടില്ല. നമുക്ക് തണൽ തോന്നിയിരിക്കാം. എല്ലാത്തിനും അഴിച്ചു വിട്ടേക്കുക. എല്ലാം കാട്ടി പോയേക്കുക. ആ അവിടെ കൊമ്പനാന ഉണ്ടോ? അവരുടെ കലാപരിപാടി കഴിയുമ്പോൾ വരും. രാവിലെ 10 മണിക്ക് കൊണ്ടുപോയി വിടും. അതെ, ചില സമയത്ത് കൊമ്പനാന ഇവിടെ മണത്ത് വരും. അയ്യോ, അപ്പോൾ എല്ലാവരും ഓടിക്കും. ആൾക്കാരെല്ലാം അന്നേരം പെട്ടെന്ന് എല്ലാവരും സെക്യൂരിറ്റിയൊക്കെ വന്ന്. ഈ കാട്ടിലെ ഇതുണ്ട്, ആനയ്ക്ക് തീറ്റ ഉണ്ടാക്കുന്ന സ്ഥലമാട്ടോ അത്. ആനയ്ക്ക് സാൻഡ്വിച്ച്. അത് ഈ പിടിച്ച് കെട്ടാൻ സ്വതന്ത്രമായിട്ട് കാട്ടിക്കൂടെ നടക്കുന്ന ആനയില്ലേ? അപ്പോൾ എല്ലാ ആനയും വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാ ആനകളുണ്ട്. ആ ചിത്വാലിൽ നമുക്ക് 2 ദിവസം. ആ 2 ദിവസം മതി. ഒരു ദിവസം മൊത്തം വില്ലേജിൽ പോണേ. രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ അവിടെ നിന്ന് താമസം സുഖം. മറ്റു ഹോട്ടൽ പോലെ പുറത്തിറങ്ങി. ഇതെങ്ങനെയാ പറയാ, കാഠ്മണ്ഡുന്ന് ഹോം സ്റ്റേ ഉണ്ട്. ആ പിന്നെ വേറെ എന്താണെന്ന് അറിയാം, ഈ കാഠ്മണ്ഡു എന്ന് പറയുമ്പോൾ എന്നാ അറിയാം, മൊത്തം രാജകൊട്ടാരങ്ങളും അവരുടെ പഴയ ഇത് എന്താ പറയുക പ്രൗഢിയാർന്ന കെട്ടിടങ്ങളും പിന്നെ കുറേ അമ്പലങ്ങളൊക്കെയാണ്. ഈ ചിത്വാലിൽ വന്നു കഴിയുമ്പോൾ മൊത്തം വനം. പൊക്കറ ചെന്ന് കഴിയുമ്പോൾ മൊത്തം മൗണ്ടൻസ്. ഓരോ അതന്നെ 3 പൊക്കറ ചെന്ന് ലുംബിനി ചെന്ന് കഴിഞ്ഞാൽ ശ്രീബുദ്ധൻ്റെ ഇതും മറ്റേ കപിലവസ്തുവും കാര്യങ്ങളും. ശരിക്കും നമ്മുടെ പൊക്രയിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ യൂറോപ്പിലാണോ തോന്നി പോകും. പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു നൈറ്റിൽ വാക്കിംഗ് ലൈഫുണ്ട്. എല്ലാ ഹോട്ടലിലും പാട്ടും കൂത്തും. ന്യൂ ഇയറിനൊക്കെ പോകണം എൻ്റെ പൊന്നോ. നൈറ്റ് ക്ലബ്ബൊക്കെ അത് ഇപ്പോഴും ഉണ്ട് അവിടെ. പക്ഷേ ഈ ടൂറിസ്റ്റുകൾ അധികം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ മൂന്നാറിനെ കൊടൈക്കനാലിൻ്റെ വേറെ റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? രജിസ്ട്രാറൊക്കെ പോയി. പുള്ളി അവിടെയൊക്കെ പോയി 2 ദിവസം ക്യാമ്പ് ചെയ്തു. പുള്ളി സോളോ ട്രിപ്പല്ല. ഇതാട്ടോ നേപ്പാളിലെ ഫ്ലൈയിങ് ഡക്സ്. ചകിരി നിന്ന് നോക്കി. ഇത് എങ്ങനെയാ
പൂവനുണ്ട് പെടയുണ്ട്. പൂവന് 1600 1700 കൊടുത്താൽ മതി. കിലോയ്ക്ക് ഒരു 550 രൂപ നേപ്പാളി. ആ പറക്കൂത്. അതുകൊണ്ട് ഇവരെന്ത് അറിയാം, ചെറുത് കട്ട് ചെയ്തിടും. ഇത് അധികം പറക്കുക ഇത് ഏതാ? ആ ഇത് മറ്റേ ആനയ്ക്ക് തീറ്റ ഉണ്ടാക്കുന്ന സ്ഥലം അതാണേ. പുല്ലും ശർക്കരയൊക്കെ വെച്ച് നെല്ലൊക്കെ വെച്ച്. കണ്ടോ മാൻ നിൽക്കുന്നു നോക്കി. Yeah, elephant. Here also. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചിത്വാനിലെ എലിഫന്റ് ബ്രീഡിംഗ് സെൻറ്റർ.